നിങ്ങൾക്ക് ഇലയുടെ മുകളിൽ പരത്തിയിട്ട് ദോശക്കല്ലിലേക്ക് ഇടാം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്കിൻ്റെ ബാഗോ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ പാൽ കവറിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ പരത്തിയിട്ട് ദോശക്കല്ലിൽ ഇടും ചെയ്യാം. കൈ പൊള്ളിക്കാതെ നോക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച്, ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും സാധാരണ നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ ഒക്കെ ഉണ്ടാക്കണ മാതിരി തിരിച്ച് മറിച്ച് ഇട്ടിട്ട് കുറച്ച് ക്രിസ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ക്രിസ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ചപ്പാത്തിയുടെ കറി ഏത് വേണമെങ്കിൽ ഇതിൽ പോവും. അപ്പം എൻ്റെ അടുത്ത് ചെന്ന മസാലയാണ് ഉണ്ടായിരുന്നത്, ചോളയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അല്ലെങ്കിൽ ദോശയുടെ കൂടെ പോണ എല്ലാ പോവും ചെയ്യും. ചട്നി ആയാലോ